ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടിമ്പിൾ തമിഴ്. അപ്പോൾ ഇപ്പോൾ മഴയൊക്കെ ഇല്ല, അതുകൊണ്ട് ഞാൻ ഇതൊരു ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ വെറൈറ്റി ആയിട്ട് ആത്തിച്ചക്ക വെച്ചാണ് ഫ്രൈ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതുവരെ ആത്തിച്ചക്ക വെച്ച് ഫ്രൈ ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ അത് പഠിച്ച കഴിക്കില്ല നമ്മൾ ചെയ്തത്. അപ്പോൾ ഇനി ഞാൻ ആദ്യമായിട്ട് ആത്തിച്ചക്ക വെച്ച് ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ പച്ച ആത്തിച്ചക്ക വേണം എടുക്കാനുള്ളത്, പഴുപ്പിച്ചല്ല പച്ച. പിന്നെ നമ്മൾ അരിപ്പൊടി എടുക്കണം, പിന്നെ ചിക്കൻ മസാല വേണം, പിന്നെ ഗരം മസാല വേണം, പിന്നെ മുളക് പൊടി വേണം, മഞ്ഞൾപ്പൊടി വേണം, ഉപ്പ് വേണം, കുരുമുളക് പൊടി വേണം, പിന്നെ വിനീഗർ ഇല്ലെങ്കിൽ നാരങ്ങനീരായാലും മതി. പിന്നെ മാവെടുത്ത സ്പൂണും കുഴക്കാനായിട്ട് പാത്രം. ഫസ്റ്റ് നമുക്ക് ഈ പച്ച ആവശ്യക്ക അരിയാം. അപ്പോൾ ഗൈസ്, അമ്മയാണ് നീ ചെത്തി തരുന്നത്, കാരണം എനിക്കിത് അരിയാൻ അറിയത്തില്ല. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആത്തിച്ചക്കയുടെ തൊലി വേണം ചെത്താനുള്ളത്. എൻ്റെ അമ്മ ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് തൊലി ചെത്തിയിട്ട് കാണാം. ഗൈസ്, അമ്മ തൊലി ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ആദ്യം പകുതി ആക്കിയിട്ടുണ്ട്. നമ്മൾ വിചാരിച്ച് പഴുത്ത് പോയി കാണാം, പക്ഷേ ചെത്തിയപ്പോൾ കുഴപ്പമില്ല. അപ്പം ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴയാണ്. ഈ മഴയത്താണ് നമ്മൾ ഫ്രൈ കഴിക്കാൻ പോകുന്നത്. പറഞ്ഞപ്പോൾ മഴ കുറച്ച് കുറഞ്ഞു. അല്ലേ, ഭയങ്കര മഴയാണ്, നല്ല കാറ്റും ഉണ്ട്. ഈ സമയത്താണ് നമ്മൾ നല്ല ചൂട് ഫ്രൈ കഴിക്കാനായിട്ട് പോകുന്നത്. ഇത് നമ്മളിപ്പോൾ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് സക്സസ് ആവോ കൊള്ളാവോ എന്ന് അറിയത്തില്ല. നമുക്ക് നോക്കാം. ഗൈസ്, നമ്മൾ അരിയാൻ പോവാണ്. ഫസ്റ്റ് നമ്മൾ ഈ നടുക്കത്തെ സാധനം ഉണ്ടല്ലോ, ഈ ഒരു സാധനം അത് നമ്മൾ ചെത്തിക്കളയണേ. എന്നിട്ട് നമ്മൾ പകത്തിയാക്കിയാണ്. പിന്നെ അതിലിതാ കുരു ഉണ്ടല്ലോ, ഈ കറുത്ത കുരു, അത് നമ്മൾ എടുത്ത് മാറ്റണം. എല്ലാത്തിൻ്റെയും എടുത്ത് മാറ്റണം. പിന്നെ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെക്കാട്ടി വലുതും ചെറുതും ഒക്കെ ആക്കാം. പ്രത്യേകിച്ച് ഷേപ്പൊന്നും ഇതിലില്ല. ഇപ്പം ഇങ്ങനത്തെ ഇതിലാണ് അരിയുന്നത്. ഇതാണ് നമ്മൾ അരിഞ്ഞതിൻ്റെ കുരു. ഇത് ഞാൻ കാണിച്ചെന്താണെന്ന് വെച്ചാൽ നല്ല രസമില്ലേ ഇത് കാണാനായിട്ട്, നല്ല ഗ്ലേസിങ് ആയിട്ടുള്ള ബ്രൗൺ ഗോൾഡും ഒക്കെ വരുന്നത്. അപ്പം അമ്മ ഇത്ര അരിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കുരു. പിന്നെ ഇത് നേരെ വിളഞ്ഞില്ല കേട്ടോ, കുറച്ചുകൂടെ വിളയുണ്ടായിരുന്നു. കുറച്ചുകൂടെ വിളഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കുരു ഇങ്ങനെയല്ല, അല്ല ബ്ലാക്ക് കളറായിരിക്കും. ഇതിപ്പം ഗോൾഡും ബ്രൗണും ഒക്കെ വരുന്ന ഒരു ഇത് കുറച്ചുകൂടെ വിളയണം. നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ വിളയണേ. വിളഞ്ഞിട്ട് വേണം എടുക്കാം. നമ്മൾ വിചാരിച്ച് പഴുത്തു പോയി, പക്ഷേ നേരെ വിളഞ്ഞില്ല. അപ്പം നമുക്കിനി ഇത് ബാക്കി മസാലയും ഇതായിട്ട് ചെയ്യാം. ഗൈസ്, നമ്മുടെ ആത്തിച്ചക്ക ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അമ്മ. പിന്നെ നിങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് വലുതും ചെറുതൊക്കെ സൈസിന് അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് മസാല സെറ്റാക്കാം. അതിനായിട്ട് ഫസ്റ്റ് നമുക്ക് അരിപ്പൊടി മസാല ഇല്ല, ഒരു ഇതിന് അരിപ്പൊടി ഒരു 3 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഫ്രൈ നല്ല മൊരിഞ്ഞിരിക്കും, അതുകൊണ്ട് അങ്ങനെ അരിപ്പൊടി ഇട്ടുണ്ട്. കടലമാവായാലും മതി. ഇനി മുളക് പൊടി ഇടുന്നുണ്ട്. എനിക്ക് എരി അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ കുറച്ച് ഇടുന്നുള്ളൂ. പിന്നെ കുരുമുളക് പൊടി നമ്മൾ ഇടും, അതുകൊണ്ട് ഞാൻ കുറച്ച് ഇടുന്നുള്ളേ. ഇനി കുരുമുളക് പൊടി ഇടാം. ഇന്ന് ഇട്ടതിന് ശേഷം ടേസ്റ്റ്, പിന്നെ മസാലയുടെ ഒക്കെ ടേസ്റ്റ് നോക്കുമ്പോൾ ഉപ്പോ മുളകോ അല്ല കുറവാണെങ്കിൽ പിന്നെ ഇട്ട് കൊടുത്താൽ മതി. അപ്പം മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് ഞാൻ. പിന്നെ ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. അതും കുറച്ച് ടേസ്റ്റിനൊക്കെ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഗരം മസാല ഇട്ട് കൊടുക്കാം. എനിക്ക് ഗരം മസാലയുടെ ടേസ്റ്റ് ഒരു ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഏറ്റവും ലാസ്റ്റ് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഫസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുവരെ കാശ്മീരി മുളക് പൊടിയും ചേർക്കാം, ഒരു കളറിന്. അപ്പം അതാകുമ്പോൾ കുറച്ച് കളറും കിട്ടും, പിന്നെ അത്ര എരിയും കാണത്തില്ല. ഇപ്പം എൻ്റെ അതില്ലാത്തതുകൊണ്ട് സാധാ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ച് മതി, കാരണം നമ്മൾ വിനാഗിരി കൂടെ ചേർക്കുന്നുണ്ട്. കുറച്ചിപ്പോൾ ഒന്ന് ആ ഒരു മസാല പിടിക്കാനായിട്ടാണ് കുറച്ച് ചേർത്തത്. നമുക്ക് പിന്നെ ചേർക്കണം. ഇനി നമുക്ക് വിനീഗർ ചേർത്ത് കൊടുക്കാം. വിനീഗർ ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, വിനീഗർ ഇല്ലെങ്കിൽ നാരങ്ങനീരായാലും മതി. അത് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3/4 അടപ്പ്, ഈ ഒരടപ്പിന് 3/4 ഭാഗം ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി നമുക്കിത് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചിട്ട് അതൊരു പേസ്റ്റ് രൂപത്തിലാക്കി വരാം. ഞാൻ പേസ്റ്റൊക്കെ ആക്കിയിട്ടുണ്ട്, കുറച്ചുകൂടെ അരിമാവിനെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആത്തിച്ചക്ക ഇട്ട് കൊടുക്കാം. ഇതിൽ ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കുന്നത്, കാരണം ഇത് സക്സസ് ആവുമെന്ന് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ കുറച്ച് ആദ്യം ഉണ്ടാക്കിയിട്ട് പിന്നെ ബാക്കിയുള്ള ഉണ്ടാക്കാൻ വിചാരിച്ചു. അത് ഞാൻ കുറച്ച് ഇടുന്നുണ്ട്. പിന്നെ മാവ് ഇനിയിപ്പോൾ കുറച്ച് ഉള്ളൂ. ഇത് നമ്മൾ അരിഞ്ഞത് കൂടിപ്പോയൊന്നും അറിയത്തില്ല, അതുകൊണ്ട് കുറച്ച് ഇട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെയാണ് ഞാൻ കുറച്ചേ ചേർത്തിട്ടുള്ളേ. അപ്പോൾ ഇത് നമുക്ക് ഇനി ഒരു 10 മിനിറ്റ് വെച്ചേക്കണം. ആ മസാലയൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് നമുക്ക് 10 മിനിറ്റ് വെച്ചേക്കണം. നമുക്ക് 10 മിനിറ്റ് കഴിഞ്ഞ് കാണാം. ഞാൻ സ്റ്റൗ കത്തിച്ചിട്ട് ഇരുമ്പേട്ടി വെച്ചിട്ടുണ്ട്. ഇരുമ്പേട്ടി കുറച്ച് നേരം ഇതൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ തീ കൂട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം ഇന്ന് ചൂടാവണം, എന്നിട്ട് നമുക്ക് കാണാം.
ഗൈസ് എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇത് ഇട്ട് കൊടുക്കാം. കുറച്ചും കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊരു 2 തവണയൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്യാൻ പറ്റുമേ. ഇപ്പം അമ്മയാണ് ഇളക്കുന്നത്, കാരണം ചിലപ്പോൾ എണ്ണയൊക്കെ പൊട്ടിക്കറിയാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ പദവി അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് കളർ മാറിയിട്ടുണ്ട്. നേരത്തെ ഇങ്ങനെ ഇല്ലായിരുന്നു, ഇപ്പം ചെറുതായിട്ട് കളർ മാറിയിട്ടുണ്ടല്ലോ. നേരത്തെ നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചത്, പക്ഷേ ഇപ്പം ലോ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഗൈസ് ഇപ്പോൾ കുറച്ചുകൂടെ കളർ മാറിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നല്ല ഇതായിട്ടുണ്ട്. നമുക്കിത് കോരാം. ഞാനൊരു പാത്രത്തിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടുണ്ട് എണ്ണ പിടിക്കാനായിട്ട്. അപ്പം അതിലോട്ട് നമുക്ക് എടുത്തിടാം. ഇനി നമുക്ക് രണ്ടാമത്തതും കൂടെ ഇട്ട് കൊടുക്കാം. ഗൈസ് നമ്മുടെ ആദ്യത്തെ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് കാണുമ്പം ചിലപ്പോൾ കോളിഫ്ലവർ ഫ്രൈ കണക്കൊക്കെ തോന്നുന്നത്. പിന്നെ നിങ്ങൾ കാശ്മീരി മുളക് പൊടി ചേർക്കുകയാണെങ്കിൽ ഇതിനെക്കാട്ടി കളർ കിട്ടും. ഇപ്പോൾ സാധാ മുളക് പൊടി ചേർത്തുകൊണ്ട് ഇത്ര കളറില്ല. അപ്പോൾ ഞാൻ എനിക്ക് കഴിക്കാനായിട്ട് സോസും കൂടെ എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം. ഗൈസ് നമ്മുടെ പരീക്ഷണം സക്സസ് ആയിട്ടുണ്ട്. ഞാൻ കൊള്ളാമെന്നാണ് വിചാരിച്ചത്, പക്ഷേ സക്സസ് ആയിട്ടുണ്ട്. അപ്പം നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായത്തെ കമൻറ്റുകൾ ചെയ്യണം. അപ്പോൾ ബൈ.